ചാച്ചാ ഓണം ആയിക്കൊണ്ട് ഗിവ് അവേ ഒന്നും കൊടുക്കുന്നില്ലെന്ന് ചില സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചേക്കുന്നു. ഗിവ് അവേ കൊടുക്കാൻ നമ്മുടെ വല്ലതും വേണ്ടേ? അപ്പോൾ ഈ കൊടുക്കുന്നവരുടെ കയ്യിലൊക്കെ ഒത്തിരി കാശുണ്ടായിട്ട് കൊടുക്കുന്നതാ. എന്നാ എനിക്ക് വിആറും കൂടെ മേടിച്ചു തരണം. ഇനി എന്തു ഗിവ് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫേമസ് ആയിട്ടുള്ള നല്ല വരുമാനമുള്ള യൂട്യൂബേഴ്സും മറ്റ് ബ്ലോഗിങ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരുടെ സബ്സ്ക്രൈബേഴ്സിന് അവരുടെ സന്തോഷത്തിന് വേണ്ടി ചില ഗിഫ്റ്റുകൾ കൊടുക്കുന്നു. ഐഫോണ് മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. പക്ഷേ ഇപ്പോൾ നടക്കുന്ന മൊത്തം ഒരുതരം ബിസിനസ്സാണ്. നമ്മുടെ ആൾക്കാർ എന്ത് ചെയ്യുന്നത്? ഗിവ് അവേ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു മറ്റ് സ്ഥാപനം നടത്തുന്ന ആൾക്കാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അവരോട് പറയും ഞങ്ങൾക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ട്, നിങ്ങൾ ഞങ്ങളോട് ക്ലബ് ചെയ്ത് നിങ്ങളുടെ പ്രോഡക്റ്റ് ഞങ്ങൾ കൂടുതൽ വിൽപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ഗിവ് അവേ ഒരു സാധനം ഇടും. എന്തുവാ? ഞങ്ങളെ ഫോളോ ചെയ്യണം, അവരുടെ പേജ് ഫോളോ ചെയ്യണം, 4-5 പേരെ ടാഗ് ചെയ്യണം, അങ്ങനെ കമൻറ്റ് ചെയ്യണം, അത് സ്ക്രീൻഷോട്ട് എടുത്ത് കമൻറ്റ് ചെയ്യണം. അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് എന്നൊക്കെ പറയും. ഈ കാണുന്ന നമ്മുടെ മലയാളിയല്ലേ, ഒരു ചെറിയൊരു പെർഫ്യൂം കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞാലും അവർ പലരെ ടാഗ് ചെയ്യും, കമൻറ്റും ചെയ്യും. അതിൽ നിന്ന് അവർക്ക് നോർമലി ഫോളോവേഴ്സ് കൂടും. ഈ ഫോളോവേഴ്സ് വെച്ചിട്ട് അടുത്ത ബിസിനസ് പിടിക്കാൻ അവർ നോക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോളോവേഴ്സ് എന്നുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഫോളോവേഴ്സ് അല്ല. നമുക്ക് എങ്ങനെ ഫോളോവേഴ്സ് കിട്ടണ്ടേ? നല്ല നല്ല കണ്ടന്റുകൾ ഇടുക, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് നോക്കുക. മറ്റുള്ളവർ ഇഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഓർഗാനിക്കായിട്ട് ഫോളോവേഴ്സ് കൂടും. ഇതിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഗീവ് അവേ നടക്കുന്ന സമയത്ത് കുറേ ഫോളോവേഴ്സ് കൂടും. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ പറയുന്ന കുറേ ആൾക്കാർ സ്വാഭാവികമായിട്ടും അവിടുന്ന് അൺഫോളോ ചെയ്ത് പോകും. ഇതൊന്നും അല്ല ഗീവ് അവേ. അനന്തം പറഞ്ഞൊരു കഥയുണ്ട്. അതായത് ഒരിക്കൽ അവരുടെ കോളേജിൽ ചാരിറ്റിക്കായിട്ട് പിള്ളേരെല്ലാവരും സമീപിച്ചു. ശരിക്കും ചാരിറ്റി എന്താ ചെയ്യുന്നത്? നമ്മളുടെ വരുമാനത്തിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ട സാധനമാണ്, അല്ല മറ്റുള്ള ആൾക്കാരുടെ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് എൻ്റെ പേര് പറഞ്ഞ് ചാരിറ്റി കൊടുക്കുന്നതാണോ? ശരിക്കും പറഞ്ഞാൽ കോളേജായാലും സ്ഥാപനമായാലും ചാരിറ്റി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ല ഗീവ് അവേ ചെയ്യുന്നുണ്ടെങ്കിലോ അവനവൻ്റെ വരുമാനത്തിൽ നിന്ന് എടുത്ത് കൊടുക്കണം. അതല്ലേ ശരിക്കുള്ള ഗീവ് അവേ.